ഹാലലുയ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവദനത്തെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തനം അതിൻ്റെ 68 19 നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഒന്ന്, നമ്മുടെ ദൈവം നമ്മുടെ രക്ഷകനാണ്, നമ്മെ സഹായിക്കുന്നവനാണ്, നമ്മെ വിടുവിക്കുന്നവനാണ്, അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ദൈവം നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. അവൻ നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ കരം താങ്ങുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, രക്ഷയില്ലാതെ, ആരോരും സഹായമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. നീ ആ ദൈവത്തെ നോക്കി ഒന്ന് ശബ്ദമുയർത്തിയാൽ അവൻ നിനക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. മഹാദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ കടന്നു വരുന്നു. അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനേകർക്ക് വാതിലുകൾ തുറക്കട്ടെ. വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. അശുദ്ധികളെല്ലാം മാറ്റി ശുദ്ധീകരിക്കണം. ജനത്തോട് ഇടപെടണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുവാറാകട്ടെ. ഇന്ന് എവിടുന്ന് ഒരു രക്ഷ പ്രാപിക്കുമെന്ന്, എവിടുന്ന് എന്നെ സഹായിക്കുമെന്ന് നേറുന്ന വ്യക്തി ജീവിതമേ, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. സങ്കീർത്തനം 121 1-2 വാക്യങ്ങൾ. ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തി, എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നീ തകരുവാൻ അവൻ സമ്മതിക്കുകയില്ല. അവൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. അവൻ നിൻ്റെ രക്ഷകനാണ്. സങ്കീർത്തനം 62 5, 6, 7 വാക്യങ്ങൾ. എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയും ആകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ, ഒറ്റപ്പെടുന്ന അനുഭവം കടന്നു വരുമ്പോൾ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു ദൈവം, നമ്മുടെ രോഗങ്ങളെ ചുമക്കുന്ന ഒരു ദൈവം, നമ്മുടെ സകലതും വഹിക്കുന്ന ഒരു ദൈവം, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നമ്മുടെ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, നിനക്കൊരു രക്ഷകനുണ്ട്, നിനക്കൊരു സഹായകനുണ്ട്. നീ തകരുമെന്ന്, നീ ഈ രോഗക്കിടക്കയിൽ ഇല്ലാതാകുമെന്ന് ജനം പറയുമ്പോൾ, നീ കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷകനുമാകുന്നു. എൻ്റെ ഗോപുരവും അവൻ തന്നെ. ഞാൻ കുലുങ്ങുകയില്ല. ഇന്ന് രോഗത്താൽ കഴിയുന്ന വ്യക്തി ജീവിതമേ, നീ തകരുവാൻ, നീ ഇല്ലാതാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ രോഗാവസ്ഥയിലാണോ? ആരോരും സഹായിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലാണോ? എന്നാൽ നിനക്കൊരു രക്ഷകനുണ്ട്.
നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. രോഗത്താൽ മരണത്താൽ കഴിയുന്ന വ്യക്തി ജീവിതമേ, നിന്നെ സഹായിക്കുന്ന ഒരു രക്ഷകൻ, നിന്നെ സഹായിക്കുന്ന ഒരു യേശു, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം ആകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, മരണത്തിൻ്റെ നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. അവൻ തന്നെ നമ്മുടെ രക്ഷകനാണ്. ആ കർത്താവിനെ നാം ഒന്ന് വാഴ്ത്തുവാൻ, നമ്മെ നടത്തുന്ന ദൈവത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്തുവാൻ സാധിച്ചാൽ, അവൻ നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ പ്രയാസങ്ങളെ, ഭാഗങ്ങളെ സകലവും ചുമക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ രോഗങ്ങളെ വഹിക്കുന്ന ദൈവം. അവൻ നമ്മുടെ കടഭാരങ്ങളെ വഹിക്കുന്ന ദൈവം. അവൻ നമ്മുടെ കുടുംബ ജീവിതങ്ങളെ നയിക്കുന്ന ദൈവം. ആ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, സങ്കീർത്തനം അതിൻ്റെ 103 1, 2, 3, 4, 5 വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരമൊന്നും മറക്കരുത്. നാം മരണത്തിൻ്റെ പള്ളത്താക്കിലൂടെ നടന്നപ്പോൾ, നാം മരണാവസ്ഥയിൽ കടന്നപ്പോൾ, യാത്രമതിയിൽ മരണം നമ്മെ പിടികൂടാൻ വന്നപ്പോൾ, നാം ഏകനായിരുന്നപ്പോൾ, മരിക്കുവാൻ പദ്ധതിയിട്ടപ്പോൾ, ആത്മഹത്യ ചെയ്യുവാൻ പദ്ധതിയിട്ടപ്പോൾ, അതേ നിന്നെ സഹായിച്ച ഒരു രക്ഷകൻ. ആ രക്ഷകൻ്റെ പേരാണ് അവൻ യേശുവാണ്. ആ കർത്താവ് നിൻ്റെ അടുത്ത് വന്നുകൊണ്ട്, മകളെ നീ ഭയപ്പെടേണ്ട, മകളെ നീ ഏകനല്ല, മകനെ നീ ഏകനല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്, ഞാൻ നിൻ്റെ രക്ഷകനാണ്, ഞാൻ നിൻ്റെ സഹായകനാണ്, ഞാൻ നിൻ്റെ പാറയാകുന്ന ദൈവമാകും, ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ കരുതുന്ന ദൈവമാണ്, ഞാൻ നിന്നെ താങ്ങുന്ന ദൈവമാണെന്ന് പറഞ്ഞ ഒരു ശബ്ദം ഈ കേൾക്കുന്നവരുടെ പലരുടെ ജീവിതത്തിലും അനുഭവമുണ്ട്. എൻ്റെ ജീവിതത്തിലും അനുഭവമുണ്ട്. മരണത്തിൻ്റെ പള്ളത്താക്കിലൂടെ നടന്നപ്പോൾ എന്നെ വിടുവിച്ചവനായ ദൈവം. മരണത്തിൻ്റെ നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. അതാണ് സങ്കീർത്തനക്കാരൻ 68:20 പറയുന്നു, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. അപ്പം നാം ഈ ഭൂമിയിൽ എത്ര നാളും ജീവിക്കണം, എത്രാം വയസ്സിൽ മരിക്കണമെന്നെല്ലാം തമ്പുരാൻ കർത്താവ് അത് കറക്റ്റായി എഴുതി വച്ചിട്ടുണ്ട്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിപ്പിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. നിൻ്റെ അകൃത്യം അതേ ഹിമം പോലെ, അതേ കടും ചുമപ്പാണെങ്കിൽ അതേ ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവീക കരുതലിനെ, ഒരു രക്ഷകനെ നിനക്ക് കാണുവാൻ സാധിക്കും. നിൻ്റെ പാപം കടും ചുമപ്പാണെങ്കിൽ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവീക കരുതൽ, ഒരു രക്ഷകനെ നിനക്ക് കാണുവാൻ സാധിക്കും. നിൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ സകല രോഗങ്ങളെയും കർത്താവ് ഇന്ന് സൗഖ്യപ്പെടുത്തുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ കരുതലിനെ കാണുവാൻ സാധിക്കും. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു. ഇന്ന് നശിച്ച് തകരുമെന്ന് പറയുന്ന കുടുംബമണ്ഡലമേ, നിൻ്റെ കുടുംബത്തെ ഇന്ന് ഒരു രക്ഷകൻ, ആ രക്ഷകൻ നിൻ്റെ ഭവനത്തിൽ വന്നിരിക്കുകയാണ്. അവൻ നിൻ്റെ ശാപങ്ങളെ, കടഭാരങ്ങളെ, നാശങ്ങളെ മാറ്റി അവൻ നിന്നെ ദേശമണ്ഡലങ്ങളിൽ ഉയർത്തുന്ന ദൈവമാണ്. അവൻ നീ തല കുനിഞ്ഞെടുത്ത് നിൻ്റെ തലയെ ഉയർത്തുന്ന ദൈവമാണ്. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു.
അവൻ്റെ ദയ കരുണയും നിന്നെ അണിയിക്കുന്നു. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. അവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്. അവൻ നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാട്ടെ. നമ്മുടെ ഭാരങ്ങളെ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ നുകത്തെ നാം എടുക്കുവാൻ തീരുമാനമെടുത്താൽ ആ രക്ഷകൻ്റെ കരത്തെ, രക്ഷകൻ്റെ സ്നേഹത്തെ, രക്ഷകൻ്റെ കരുതലിനെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. സങ്കീർത്തനം 55:22 അത് നിൻ്റെ ഭാരം യഹോവയുടെ മെച്ചുകൊള്ളുക, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും അവൻ സമ്മതിക്കുകയില്ല. അപ്പോൾ നീ തകർന്നു പോകുവാൻ, ഇല്ലാതാകുവാൻ ആ രക്ഷകൻ ഒരു നാളും സമ്മതിക്കത്തില്ല. അവൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ കരുതുന്ന ദൈവമാണ്. അതേ സങ്കീർത്തനം 56:9 ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഈ വചനം മുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് നാശത്തിലേക്ക് പോകുന്ന എല്ലാ കുടുംബ ജീവിതങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സമൃദ്ധിയെ കൽപ്പിക്കുന്നു, ഒരു അനുഗ്രഹത്തെ കൽപ്പിക്കുന്നു. ശാപാവസ്ഥകൾ ഭവനമണ്ഡലത്തിൽ നിന്നും മാറട്ടെ. രോഗാവസ്ഥകൾ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും മാറട്ടെ. സാമ്പത്തിക മണ്ഡലങ്ങൾ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ തുറക്കപ്പെടട്ടെ. തകർന്ന ബിസിനസ് മേഖലകൾ യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ. പുതുവതികൾ തുറക്കട്ടെ. ഫൈനാൻസ് മേഖലകൾ യേശുവിൻ്റെ നാമത്തിൽ കേൾക്കുന്നവരുടെ ജീവിതം തുറക്കപ്പെടട്ടെ. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഇന്ന് രക്ഷയില്ലാതെ മേലേക്ക് നിലവിളിക്കുന്ന എല്ലാ കുടുംബജീവിതനും നിൻ്റെ ഭവനത്തിൽ ഇന്ന് ഒരു രക്ഷകൻ പിറന്നിരിക്കുകയാണ്. ആ കർത്താവ് നിൻ്റെ ഭവനത്തിൽ വന്നിരിക്കുകയാണ്. ആ കർത്താവിൽ നീ ആശ്രയിച്ചാൽ അവൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.